ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ഫസ്റ്റ് യൂണിറ്റായ ദ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ലെസൻ്റെ സമ്മറി മാത്രമാണ്. ലെസൻ്റെ മീനിങ്സും അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും അടങ്ങുന്ന വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സമ്മറി നോക്കാം. അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. The Banyan Tree is a story about what the author saw as a young boy when he was staying at his grandfather's house. There was a big banyan tree in the yard. അപ്പോൾ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ആ ഓതർ, ആ നറേറ്റർ, ആ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ദ ബാനിയൻ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്നൊരു സ്റ്റോറിയായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിൽ, ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ നിന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റായിട്ട് പഠിക്കാനുള്ളത്. ദർ വാസ് എ ബിഗ് ബാനിയൻ ട്രീ ഇൻ ദ യാർഡ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെ വീടിന് മുമ്പിൽ വലിയൊരു ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. The boy was fond of reading books, so he created a banyan tree library, and he collected books like Treasure Island, Huckleberry Finn, and the story of Dr. Dolittle. The boy became friends with the squirrel. He also fed it cakes and biscuits. എന്താണ്, ആ കുട്ടിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആ ബാനിയൻ ട്രീ, ആ ആൽമരത്തിന് മുമ്പിൽ അവൻ അവൻ്റേതായ ഒരു ലോകം സെറ്റ് ചെയ്തു. അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബുക്സ് ഏതൊക്കെയായിരുന്നു, ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി പിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്തും ഗ്രാൻഡ് ഫാദർ പറയുന്നത് മാത്രമേ നടക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാനിയൻ ട്രീ, ഈ ആൽമരത്തിൻ്റെ മുകളിൽ അവൻ അവൻ്റേതായൊരു ലോകം കണ്ടെത്തി. അവിടെ അവൻ സന്തോഷവാനായിരുന്നു. ദ ബോയ് ബിക്കെയിം ഫ്രണ്ട്സ് വിത്ത് എ സ്ക്യൂറൽ. അവൻ ഒരു സ്ക്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അണ്ണാനുമായി അവൻ ഫ്രണ്ട്ഷിപ്പിലായി. ഹി ഓൾസോ ഫെഡ് ഇറ്റ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. അതിന് കേക്ക്സും ബിസ്ക്കറ്റ്സും ഒക്കെ ഇവൻ കൊടുത്തുകൊണ്ടേയിരുന്നു. When the spring season began, the banyan tree started to produce small red figs. സ്പ്രിംഗ് സീസൺ, വസന്തകാലം വന്നപ്പോൾ ഈ ബാനിയൻ ട്രീയുടെ മുകളിൽ എന്താണ്, അതിൻ്റെ മുകളിലൊക്കെ റെഡ് ഫിഗ്സ് ഉണ്ടായി തുടങ്ങി. The tree branches were filled with different kinds of birds like red-bottomed bulbul, parrots, myna, and crows. All these birds used to fight with each other on the branches. The sounds that all these birds made the banyan tree the noisiest place in the garden. അപ്പോൾ ഈ ഫിഗ്സ് ഉണ്ടായി തുടങ്ങുമ്പോൾ എന്താണ്, ആ ഫിഗ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബേർഡ്സും ആ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് എത്തിത്തുടങ്ങി. ബുൾബുൾ, മൈന, പാരറ്റ്, കാക്ക, ഇതൊക്കെ അതിലെ കുറച്ച് കിളികളായിരുന്നു. ഈ കിളികൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ ചില്ലകളുടെ മുകളിലൊക്കെ ഇരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ വസന്തകാലം ആകുമ്പോൾ ആ ഒരു ഗാർഡനിൽ ഏറ്റവും കൂടുതൽ ശബ്ദം വന്നിരുന്നത് ആ ഒരു ബാനിയൻ ട്രീയുടെ മുകളിൽ നിന്നായിരുന്നു എന്നാണ് ഓതർ പറയുന്നത്. ദ ബാനിയൻ ട്രീ സ്റ്റോറി വാസ് അബൌട്ട് ദ ഫൈറ്റ് ഓഫ് എ കോബ്ര ആൻഡ് എ മംഗൂസ്. ബോത്ത് ആനിമൽസ് ആർ പവർഫുൾ ഓപ്പണൻസ്. ദ 3 spectators in the yard were the author, Myna, and a wild crow. There was a fight between the cobra and the mongoose. അപ്പോൾ ഈ ഒരു ബാനിയൻ ട്രീ സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഒരു മംഗൂസും അതുപോലെ തന്നെ കോബ്ര, ഒരു സ്നേക്കും തമ്മിലുള്ള ഒരു ഫൈറ്റിനാണ് അല്ലേ. മംഗൂസ് ആണെങ്കിലും കോബ്ര ആണെങ്കിലും അവരുടേതായ രീതിയിൽ പവർഫുള്ളാണ്, ശക്തിയുള്ളവരാണ്. ദ 3 സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്പെക്ടേറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ആ യാർഡിൽ, ആ ഒരു കോർട്ട്യാർഡിൽ, ആ ഒരു മുറ്റത്ത് ആ ഒരു ഫൈറ്റ് കൊണ്ടുകൊണ്ട് ആരൊക്കെ ഉണ്ടായിരുന്നു, ഓതർ, എഴുത്തുകാരൻ, അതായത് ആ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, മൈന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ക്രോയും ഉണ്ടായിരുന്നു. There was a fight between the cobra and the mongoose. ആ കോബ്രയും ആ ഒരു മംഗൂസും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് തന്നെ അവിടെ നടന്നു. The cobra and the mongoose made 3 attempts to kill each other. കോബ്രയും മംഗൂസും പരസ്പരം കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം അവർ ശ്രമിക്കുകയുണ്ടായി.
In the third attempt, the mongoose was dodging the snake. മൂന്നാമത്തെ അറ്റംപ്റ്റ് ആയപ്പോഴേക്കും മംഗൂസ് എന്താണ് ഡോഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെന്നി മാറുക അല്ലെങ്കിൽ പിടി കൊടുക്കാതെ വഴുതി മാറുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മംഗൂസ് ആ സ്നേക്കിന് പിടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. സഡൻലി ദ ക്രോ ഫ്ലൂ ഡൗൺ ടു അറ്റാക്ക് ദ സ്നേക്ക്. പെട്ടെന്നാണ് ആ ക്രോ എന്ത് ചെയ്തത്, ആ ഒരു സ്നേക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പറന്നു ചെന്നത്. പക്ഷെ എന്താ ഉണ്ടായത്, സാഡ്ലി ദ ക്രോ വാസ് ബിറ്റൺ ബൈ ദ സ്നേക്ക്. അവനെ ആ സ്നേക്ക് ബൈറ്റ് ചെയ്തു, സ്നേക്ക് കടിച്ചു. അതുകൊണ്ട് തന്നെ ആ ക്രോ അവിടെ ചത്തു വീഴുകയും ചെയ്തു. സ്റ്റിൽ മൈന വാസ് സിറ്റിംഗ് ഓൺ ദ കാക്ടസ് ആൻഡ് വാച്ചിങ് ദ ഫൈറ്റ്. അപ്പോൾ ക്രോയുടെ കൂടെയുള്ള മൈന ഇപ്പോഴും എവിടെ തന്നെയാണ്, ആ ഒരു കാക്ടസ്, ആ ഒരു മുൾച്ചെടിയുടെ അവിടെ തന്നെ ഇരുന്ന ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആഫ്റ്റർ ഫൈറ്റിംഗ് ഫോർ എ ലോങ് ടൈം ദ കോബ്ര ബിക്കെയിം ടയേർഡ് ആൻഡ് വീക്ക്. കുറേ നേരം ഇങ്ങനെ എന്താണ് ഈ ഫൈറ്റ് നടന്നുകൊണ്ടേ ഇരുന്നപ്പോൾ എന്താണ് ആ സ്നേക്കിന് വല്ലാതെ ടയേർഡായി, വല്ലാതെ ക്ഷീണിതനായി. അവന് വല്ലാണ്ടൊന്നും അങ്ങോട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റാതെയായി. The mongoose caught the cobra by its mouth and took it into the bushes in the yard. ഈ ഒരു തക്കത്തിൽ തന്നെ എന്ത് ചെയ്തു, മംഗൂസ് അതിൻ്റെ ആ കോബ്രയെ പിടിക്കുകയും അതിനെ വലിച്ചിഴച്ചുകൊണ്ട് അവിടെയുള്ള മുൾച്ചെടികളുടെ അല്ലെങ്കിൽ ആ ബുഷസിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. The myna flew down bravely and looked into the bushes. മൈന ഈ ഒരു സമയത്ത് എന്താണ് അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ബുഷിൻ്റെ അരികിലേക്ക് പറന്ന് നോക്കി. Then she flew away with a congratulatory squeal. പിന്നെ എന്താണ് ആ മംഗൂസ് ആ ഒരു പാമ്പിനെ അവിടെ ഇട്ട് കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് കൊണ്ടപ്പോഴെന്താണ് ആ ഒരു മംഗൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന പോലെ മൈന അവിടെ നിന്ന് പറന്ന് അകന്നു, ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയി. ഫൈനലി ദ ഫൈറ്റ് വാസ് വൺ ബൈ ദ മംഗൂസ്. അപ്പോൾ അവസാനം ആ ഒരു ഫൈറ്റ് വിൻ ചെയ്തത് ആരാണ്, മംഗൂസാണ്. ഐ ഓൾസോ ഗോട്ട് ഡൗൺ ഫ്രം ദ ട്രീ ആൻഡ് വെൻ ടു മൈ ഹൗസ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ് ആ ഒരു കുട്ടിയും ആ ബാനിയൻ ട്രീയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു അല്ലേ, കാക്ക. 3 പേരാണത് വാച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആരൊക്കെയായിരുന്നു, ക്രോ ഉണ്ടായിരുന്നു, മൈന ഉണ്ടായിരുന്നു, ഈ കുട്ടിയും ഉണ്ടായിരുന്നു. ക്രോ ഓൾറെഡി ആ പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചു, മൈന പറന്നുപോയി. ഇനി എന്താണ്, ആ കുട്ടി ആ ബാനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി, അവനും വീട്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ഐ ടോൾഡ് മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ദ ഫൈറ്റ്. ഹി വാസ് ഹാപ്പി ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. അപ്പോൾ ആ ഒരു മുറ്റത്ത് നടന്ന സംഭവമൊക്കെ അവൻ്റെ മുത്തശ്ശനെ വിവരിച്ചു കൊടുത്തു. അപ്പോൾ എന്താണ് മുത്തശ്ശന്, ആ ഗ്രാൻഡ് ഫാദറിന് അതിയായ സന്തോഷം തോന്നി ആ മംഗൂസ് ജയിച്ചതിൽ. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. He had encouraged the mongoose to live in the garden to keep the snakes off. He often gave it food. He never wanted to tame it because a wild mongoose is better than a tame one. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ഫാദർ എപ്പോഴും ഈ മംഗൂസിനെ ആ ഒരു ഗാർഡൻ്റെ പരിസരത്തേക്ക് വരാൻ എൻകറേജ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഒരു മംഗൂസിന് ഇടയ്ക്കിടയ്ക്ക് ഫുഡും കൊടുക്കുമായിരുന്നു. അപ്പം മംഗൂസ് ആ പരിസരത്തുണ്ടെങ്കിൽ എന്തായാലും സ്നേക്കിന് അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഗ്രാൻഡ് ഫാദറിന് നല്ലോണം അറിയാമായിരുന്നു. പിന്നെ ടെയിം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മളതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തെടുക്കില്ലേ, നമ്മളതിനെ ഇപ്പോൾ നമ്മൾ അതിനൊരു വളർത്തുനായ എന്നൊക്കെ പറയില്ലേ, അതിനെയൊക്കെ നമ്മൾ ടെയിംഡ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ആ മംഗൂസിനെ ടെയിം ചെയ്യാൻ, അതിനൊരു വളർത്തുമൃഗമാക്കാൻ ഒരിക്കലും ഗ്രാൻഡ് ഫാദറും മെനക്കിട്ടില്ല. കാരണം എന്താണ്, വൈൽഡ് മംഗൂസാണ് എപ്പോഴും ടെയിംഡ് മംഗൂസിനേക്കാളും നല്ലതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. I often saw the mongoose going round the garden. Once I saw him with an egg in his mouth and he took it from the poultry house. But he did not harm the birds. Grandmother would forgive him because he kept snakes away from the house. ഒരിക്കൽ ഞാൻ ഈ മംഗൂസിനെ എവിടെ കണ്ടു എന്നാ കുട്ടി പറയുന്നത്, ആ ഗാർഡന് ചുറ്റും, ആ പൂന്തോട്ടത്തിന് ചുറ്റും നടക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം അവൻ്റെ വായിൽ ഒരു മുട്ടയും ഉണ്ടായിരുന്നു, അവൻ കൂട്ടിൽ നിന്ന് എടുത്തതാവും. അപ്പോൾ ഇങ്ങനെ സ്നേക്സിനെയൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കൊണ്ട് തന്നെ ഗ്രാൻഡ് മദർ അവനോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. The banyan tree was also the setting for the strange case of grey squirrel and white rat. The grandfather had bought the white rat from the bazaar for 4 annas. I would often take it to the roots and branches of the old tree. It soon made friendship with the squirrel. They would go together for excursion among the branches. അപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞ എന്താണ്, ആ ഒരു ബാനിയൻ ട്രീയുടെ മുകളിലിരുന്നിട്ടാണ് അവൻ ആ ഒരു മംഗൂസിൻ്റെയും സ്നേക്കിൻ്റെയും ഫൈറ്റ് കണ്ടതെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഒരു ഗ്രേ സ്ക്വിറൽ, ഒരു
ഗ്രേ കളറിലുള്ള അണ്ണാനും അതുപോലെ തന്നെ ഒരു വെളുത്ത റാറ്റും വെളുത്ത എലിയും തമ്മിലുള്ള സൗഹൃദത്തിനും ഈ ഒരു ബാനിയൻ ട്രീ വേദിയായിരുന്നു എന്നാണ് പറയുന്നത്. ഗ്രാൻഡ് ഫാദർ അതിനെ ബസാറിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് 4 അണയ്ക്കാണ് മേടിച്ചുകൊണ്ട് വന്നത്. ഈ കുട്ടി അവനെ ഇടയ്ക്കിടയ്ക്ക് ഈ ബാനിയൻ ട്രീയുടെ മുകളിലേക്കൊക്കെ കൊണ്ടുപോകായിരുന്നു. അതായത് ആ വൈറ്റ് റാറ്റിനെ എടുത്ത് അവൻ ബാനിയൻ ട്രീയുടെ മുകളിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു ബാനിയൻ ട്രീയിൽ വസിക്കുന്ന സ്ക്യൂറൽ അണ്ണാനും ഈ റാറ്റും തമ്മിൽ വളരെയധികം സൗഹൃദത്തിലായി, ഫ്രണ്ട്ഷിപ്പിലായി. അവരിടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചില്ലകളുടെ മുകളിലൊക്കെ ഓടിക്കളിക്കുന്നതൊക്കെ അവന് കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ദി സ്ക്യൂറൽ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ നെസ്റ്റ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ അണ്ണാൻ ഒരു കൂടുണ്ടാക്കി തുടങ്ങി. ഫസ്റ്റ് ട്രൈ ടു ബിൽഡ് നെസ്റ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ആദ്യം അത് കൂടുണ്ടാക്കാൻ ശ്രമിച്ചത് എൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലാണ്. വെൻ ഐ വെൻ ഹോം ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫോളിങ് ഔട്ട്. ഞാൻ വീട്ടിലേക്ക് ചെന്ന് ഡ്രസ്സ് മാറുമ്പോൾ എന്താണ് അതിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോലും ഗ്രാസ് പുല്ലും ഒക്കെ എൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വീഴുന്നത് എനിക്ക് കാണാമായിരുന്നു. വൺ ഡേ മൈ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. ഒരു ദിവസം എൻ്റെ മുത്തശ്ശിയുടെ നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ വൂള് അല്ലേ, ആ വൂളിൻ്റെ ചരടിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ സൂചിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ടാവും കുറേ. ഓക്കെ, ഈ ഒരു കാണിക്കുന്നതാണത്, അതിനെയാണ് നിറ്റിംഗ് എന്ന് പറയുക. വി ലുക്ക് ഫോർ ഇറ്റ് എവ്രിവെയർ വിത്തൗട്ട് സക്സസ്. ഞങ്ങൾ എല്ലായിടത്തും ആ ഒരു നിറ്റിംഗ് നോക്കി, പക്ഷെ ഞങ്ങൾക്കത് കാണാൻ സാധിച്ചില്ല. ദ നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഷൈനിങ് ഇൻ ദ ബാനിയൻ ട്രീ. പിറ്റേ ദിവസം ആ ബാനിയൻ ട്രീയുടെ മുകളിൽ എന്തോ തിളങ്ങുന്നതായി എനിക്ക് തോന്നി. ഐ റിയലൈസ്ഡ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ ഓഫ് ഗ്രാൻഡ് മദർ. തുന്നുന്ന സൂചി ഉണ്ടല്ലോ, തുന്നുന്ന സൂചിയാണ് ആ ഒരു ബാനിയൻ ട്രീയുടെ മുകളിൽ കിടന്ന് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ദ ഹോൾ വാസ് ഫിൽ വിത്ത് നിറ്റിംഗ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, അണ്ണാറക്കണ്ണൻ ഒരു കൂട് ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ ആ കൂട് ഉണ്ടാക്കുന്ന സ്ഥലം ഫുൾ എന്താണ്, ഈ നിറ്റിംഗ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. എമംഗ് ദ വോൾ ദർ വർ 3 വൈറ്റ് ബേബി സ്ക്യൂറൽ. ആ ഒരു വൂളിൻ്റെ ഉള്ളിൽ, ആ നൂലിൻ്റെ ഉള്ളിൽ 3 ചെറിയ ബേബി സ്ക്യൂറൽ അണ്ണാൻ കുട്ടികളെ എനിക്ക് കാണാൻ സാധിച്ചു. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് ബേബി സ്ക്യൂറൽസ്. ഗ്രാൻഡ് ഫാദർ ഒരിക്കലും വെള്ള അണ്ണാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. When I mentioned that the white rat often visited the tree, grandfather told me that the squirrel must be the father of white baby squirrels. He said that rats and squirrels were related to each other and it was possible for them to have babies if they mated. അപ്പോൾ എന്താണ്, മുത്തശ്ശൻ ഇതുവരെ അങ്ങനെയുള്ള വെള്ള അണ്ണാനെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുട്ടി മുത്തശ്ശനോട് എന്ത് പറഞ്ഞു, ഇടയ്ക്ക് ഇവൻ ഈ വെളുത്ത എലീനെ, ആ വൈറ്റ് റാറ്റിനെ എടുത്ത് ആ ബാനിയൻ ട്രീയുടെ മുകളിൽ പോവാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ അവനോട് തിരിച്ചെന്താ പറഞ്ഞത്, റാറ്റും സ്ക്യൂറലും ആ അണ്ണാനും എലിയും ചിലപ്പോൾ മെയ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, അവർ ഇണ ചേർന്നിട്ടുണ്ടാകും. ആ ഇണ ചേർന്നത് കൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ടായിരിക്കാം ആ അണ്ണാന് വെള്ള കുഞ്ഞുങ്ങളുണ്ടായതെന്ന് ഗ്രാൻഡ് ഫാദർ അവനോട് പറയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സമ്മറി വരുന്നത്. ഇനി നമുക്കതിൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത്. ഡെസ്പൈറ്റ് ദ കോബ്ര ബീയിങ് പോയ്സണസ് ആൻഡ് ഹെൻസ് മോർ ഡേഞ്ചറസ്, ദ മംഗൂസ് വൺ. This proves that it is one's wits and pace that help them to survive. The snake and the mongoose are a classic example of how wisdom and cleverness surpass physical strength. The crow's death teaches us that the consequences of interfering in someone else's fight can be fatal. അപ്പോൾ എന്താ പറയുന്നത്, നമുക്കറിയാം കോബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്, സ്നേക്കാണ്. അത് വളരെയധികം പോയ്സൺ ഉള്ളതാണ് അല്ലേ, വിഷമുള്ളതാണ്. പക്ഷേ എന്നിട്ടും ജയിച്ചതാരാണ്, കോബ്രയല്ല, മംഗൂസാണ്. അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതൽ ഒരാളുടെ അറിവും അയാളുടെ കഴിവും പിന്നെ ഓരോ സമയത്ത് അയാൾ എടുക്കുന്ന ഓരോ സ്റ്റാൻഡുകളും അല്ലേ, ഓരോ പൊസിഷനുകളും അയാളെ വിജയത്തിലേക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ മംഗൂസും സ്നേക്കും തമ്മിലുള്ള ഫൈറ്റിൽ സ്നേക്ക് തോറ്റതും മംഗൂസ് വിജയിച്ചതും. പിന്നെന്താണ്, ഒരു കാര്യം കൂടി അവിടെ ഉണ്ടായി, ക്രോയുടെ ഡെത്ത് അല്ലേ, ക്രോ മരിച്ചുപോയി. അതെന്താ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, നമുക്ക് തരുന്ന ടീച്ചിങ് എന്താണ്, The consequences of interfering in someone else's fight can be fatal. ക്രോ എന്താണ്, ഒരു കാണി മാത്രമായിരുന്നു അല്ലേ, ക്രോയ്ക്ക് ആ ഒരു ഫൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും അറിയാതെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് എടുത്തു ചാടിയാൽ അതിൻ്റെ നഷ്ടങ്ങൾ നമുക്ക് തന്നെയാണ് ഉണ്ടാവുക അല്ലേ. എന്താണ് കാര്യമെന്നറിയാതെ, അല്ലെങ്കിൽ നമ്മളുടെ പവർ എത്രയാണ്, നമ്മളുടെ കഴിവ് എത്രയാണെന്ന് അറിയാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു ലെസൺ കൂടി
ആശയം നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ലെസൻ്റെ സമ്മറിയും അതുപോലെ തന്നെ മോറലും വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്